ഓണപരീക്ഷയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ നന്നായി നടക്കുന്നില്ലേ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3ാം ക്ലാസ് മലയാളം ഓണം എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ചില മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. ഇതിനു മുന്നേ നമ്മൾ മലയാളത്തിന്റെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻ ഒരു പാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമ്മൾ നേരെ ഇന്നത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, കമന്റുകൾ കൂടി ഒന്ന് അറിയിക്കുക. ആദ്യത്തെ ചോദ്യം, പ്രവർത്തനം 1, വായിക്കാം എഴുതാം. താഴെ നൽകിയിരിക്കുന്ന ഖണ്ഡിക വായിച്ച് ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം കണ്ടെത്തുക. നിങ്ങൾക്കൊരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്, അത് വായിച്ചു നോക്കുക, അതിനെ ബേസ് ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. നമുക്ക് പാരഗ്രാഫ് വായിക്കാം. പച്ചപ്പു നിറഞ്ഞ ഒരു വലിയ കാട്ടിലായിരുന്നു ചന്തു എന്ന കുഞ്ഞു മുയലിന്റെ താമസം. കാട്ടിലെ എല്ലാ ജീവികളോടും അവന് വലിയ സ്നേഹമായിരുന്നു. അല്ലേ? പച്ചപ്പ് നിറഞ്ഞ ഒരു വലിയ കാട്ടിലാണ് ചന്തു താമസിച്ചിരുന്നത്. ചന്തു ആരാണ്? ഒരു മുയലാണ്. കാട്ടിലെ എല്ലാ ജീവികളോടും അവന് വലിയ സ്നേഹമായിരുന്നു. ദിവസവും രാവിലെ എഴുന്നേറ്റ് കാട്ടിലെ പൂക്കളുടെ സുഗന്ധം ആസ്വദിക്കുന്നതും കിളികളുടെ പാട്ട് കേൾക്കുന്നതും അവന് വളരെ ഇഷ്ടമായിരുന്നു. എന്താ അവൻ്റെ ഇഷ്ടവിനോദം? പൂക്കളുടെ സുഗന്ധം ആസ്വദിക്കുക. അല്ലെ? രാവിലെ എഴുന്നേറ്റിട്ട് പൂക്കളുടെ സുഗന്ധം ആസ്വദിക്കുന്നതും കിളികളുടെ പാട്ട് കേൾക്കുന്നതും അവന് വളരെ ഇഷ്ടമായിരുന്നു. ഒരു ദിവസം കാട്ടിൽ വലിയൊരു കാറ്റും മഴയും വന്നു. ഒരു ദിവസം കാട്ടിൽ എന്ത് വന്നു? വലിയൊരു കാറ്റും മഴയും വന്നു. കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണു. കാറ്റിൽ മരങ്ങൾ എന്ത് സംഭവിച്ചു? കടപുഴകി വീണു എന്ന് വെച്ചാൽ വീണുപോയി. ചെറിയ ജീവികളെല്ലാം ഭയന്നു വിറച്ചു. മുയൽ ധൈര്യത്തോടെ ഒരു വലിയ പാറയിടുക്കിൽ ഒളിച്ചിരിക്കാൻ തൻ്റെ കൂട്ടുകാരായ ഉറുമ്പുകളെയും തള്ളക്കിളികളെയും സഹായിച്ചു. അല്ലേ? കിളികളും ഉറുമ്പുകളും ഒക്കെ എന്ത് ചെയ്തു? ഒരു പാറയുടെ ഇടുക്കിൽ ഒളിച്ചിരുന്നു. ആര് പറഞ്ഞത് പ്രകാരം? നമ്മുടെ മുയൽ പറഞ്ഞത് പ്രകാരം. മഴ തോർന്നപ്പോൾ എല്ലാവരും പുറത്തിറങ്ങി. ചന്തുവിന്റെ സഹായ മനസ്സിനെ എല്ലാവരും അഭിനന്ദിച്ചു. ഇതാണ് നമ്മുടെ കഥ, അല്ലെങ്കിൽ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന പാരഗ്രാഫ്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ഇത് കേൾക്കണം, അല്ലെങ്കിൽ കൃത്യമായിട്ടൊന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് ഇതൊന്ന് വായിച്ചു നോക്കണം. നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക്. ചന്തു എവിടെയാണ് താമസിച്ചിരുന്നത്? എവിടെയാണ് ചന്തുമുയൽ താമസിച്ചത്? പുഴക്കരയിലാണോ? വലിയ കാട്ടിലാണോ? നാട്ടിൻപുറത്താണോ? മലമുകളിലാണോ? ഉത്തരം നോക്കാം നമുക്ക്. വലിയ കാട്ടിൽ. എവിടെയാണ് ചന്തുമുയൽ താമസിച്ചിരുന്നത്? വലിയ കാട്ടിൽ. അടുത്ത ചോദ്യം മക്കളെ, നിങ്ങൾക്കുള്ള ചോദ്യമാണ്. ഉത്തരം കമന്റ് ചെയ്യുക. മണം എന്നർത്ഥം വരുന്ന പദം ഖണ്ഡികയിൽ നിന്നും കണ്ടെത്തുക. മണം എന്നർത്ഥം വരുന്ന പദം സ്നേഹമാണോ, താമസമാണോ, സുഗന്ധമാണോ, ധൈര്യമാണോ? ഉത്തരം കമന്റ് ചെയ്യുക. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ എന്ന് ഉത്തരം കമന്റ് ചെയ്യുക. ഓക്കെ, കമന്റ് ചെയ്തോളൂ കേട്ടോ. ഇനി നമുക്ക് ആൻസർ നോക്കാം. മണം എന്നർത്ഥം വരുന്ന പദം ഏതാണ്? സുഗന്ധമാണ്. സുഗന്ധമാണ് മണം. ഓക്കെ, മണം എന്നർത്ഥം വരുന്ന പദം ഏതാണ്? സുഗന്ധം. അടുത്ത ചോദ്യം, രാവിലെ എഴുന്നേറ്റാൽ ചന്തുവിന് എന്താണ് ചെയ്യാൻ ഇഷ്ടമുണ്ടായിരുന്നത്? എന്താണ് ചന്തുവിന്റെ ഇഷ്ടവിനോദം? നമ്മൾ പറഞ്ഞില്ലേ, എന്താണ്? ഓപ്ഷൻസ് നോക്കിക്കോ. വലിയ മരങ്ങളിൽ കയറുക, പൂക്കളുടെ സുഗന്ധം ആസ്വദിക്കുകയും കിളികളുടെ പാട്ട് കേൾക്കുകയും ചെയ്യുക, പുഴയിൽ നീന്തുക, കാട്ടിലൂടെ വേഗത്തിൽ ഓടുക. ഇതിലേതാണ് രാവിലെ ചെയ്യാൻ ചന്തുവിന് ഏറ്റവും ഇഷ്ടമായ കാര്യങ്ങൾ? ഉത്തരം നോക്കാം നമുക്ക്. പൂക്കളുടെ സുഗന്ധം ആസ്വദിക്കുകയും കിളികളുടെ പാട്ട് കേൾക്കുകയും ചെയ്യുക. ഇതായിരുന്നു ചന്തുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. അടുത്ത ചോദ്യം, ചെറിയ ജീവികളെല്ലാം ഭയന്നു വിറച്ചു. എന്തുകൊണ്ടായിരിക്കാം ജീവികൾ ഭയന്നത്? എന്തുകൊണ്ടായിരിക്കാം? കഥ ഓർമ്മ വേണേ. കാട്ടിൽ വലിയ സിംഹം വന്നതുകൊണ്ട്, വലിയ കാറ്റും മഴയും വന്ന് മരങ്ങൾ വീണതുകൊണ്ട്, ചന്തുമുയൽ ഒച്ച വച്ചതുകൊണ്ട്, ഇരുട്ടായതുകൊണ്ട്. എന്തുകൊണ്ടാ ജീവികൾ ഭയന്ന് വിറച്ചത്? ഉത്തരം, വലിയ കാറ്റും മഴയും വന്ന് മരങ്ങൾ വീണതുകൊണ്ട്. എന്തുകൊണ്ടാണ്? വലിയ കാറ്റും മഴയും വന്നിട്ട് മരങ്ങൾ വീണതുകൊണ്ടാണ് ചെറിയ ജീവികൾ ഭയന്നു വിറച്ചത്. മനസ്സിലായോ? അടുത്ത ചോദ്യം, ആപത്ത് വന്നപ്പോൾ കൂട്ടുകാരെ സഹായിക്കാൻ ചന്തു അവരെ എവിടെയാണ് ഒളിച്ചിരുത്തിയത്? അല്ലേ? മൃഗങ്ങളെ എവിടെയോ ഒളിച്ചിരിക്കാൻ ചന്തുമുയൽ സഹായിച്ചിന്. എവിടെ? ഉത്തരം നോക്കിക്കോ, ഓപ്ഷൻസ് നോക്കിക്കോ. വലിയ പാറയിടുക്കിൽ, മരത്തിന്റെ മുകളിൽ, കൂട്ടിനുള്ളിൽ,
പുഴയിൽ. എവിടെയാണ് അവർ ഒളിച്ചിരുന്നത്? ഉത്തരം വലിയ പാറയിടുക്കിൽ. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ പ്രവർത്തനം. ഇത്രയാണ് ഒന്നാമത്തെ പ്രവർത്തനം വരുന്നത്. ഇനി രണ്ടാമത്തെ പ്രവർത്തനത്തിലേക്ക്. സംഭാഷണം എഴുതാം. മഴ പെയ്തു തോർന്നപ്പോൾ ചന്തമുയലും പൈങ്കിളിയും വീണ്ടും കണ്ടുമുട്ടി. ഒരു കിളിയും ചന്തമുയലും കണ്ടുമുട്ടി. മഴക്കാലത്തെ അനുഭവങ്ങൾ അവർ തമ്മിൽ പങ്കുവയ്ക്കുകയാണ്. അവരുടെ സംഭാഷണം പൂർത്തിയാക്കുക. എന്ത് ചെയ്യണം? അവരുടെ സംഭാഷണം പൂർത്തിയാക്കണം. നോക്കാം നമുക്ക്. പൈങ്കിളി പറയാണ്, ഹായ് ചന്തു, മഴയെല്ലാം തോർന്നല്ലോ, നീ സുഖമായിരിക്കുന്നോ? മഴയൊക്കെ കഴിഞ്ഞു, നിനക്ക് സുഖം തന്നെയാണോ? നമുക്ക് നോക്കാവേ, സംഭാഷണം നോക്കാം. പൈങ്കിളി പറയാണ്, ഹായ് ചന്തു, മഴയെല്ലാം തോർന്നല്ലോ, നീ സുഖമായിരിക്കുന്നോ? അപ്പൊ ചന്തുമുയൽ പറയാണ്, സുഖമായിരിക്കുന്നു പൈങ്കിളി. വലിയ കാറ്റും മഴയും കണ്ട് ഞാൻ ഒത്തിരി പേടിച്ചു. അല്ലേ, വലിയ കാറ്റും മഴയാ വന്നത്, ഞാൻ ഒരുപാട് പേടിച്ചു പോയി. അപ്പൊ പൈങ്കിളി പറയാണ്, ഞാനും പേടിച്ചു പോയി. നീ എവിടെയായിരുന്നു? നിന്നെ എവിടെയാന്ന് എടി നോക്കിയിട്ട് കണ്ടിട്ടില്ലല്ലോ, നീ എവിടെയായിരുന്നു? അപ്പൊ ചന്തുമുയൽ, ഞാൻ പാറയിടുക്കിൽ ഒളിച്ചിരുന്നു. ഞാൻ എവിടെ ഒളിച്ചിരുന്നത്? പാറയിടുക്കിൽ ഒളിച്ചിരുന്നു. മറ്റു ചെറിയ ജീവികളെയും അവിടെ ഒളിക്കാൻ സഹായിച്ചു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റു ചെറിയ ജീവികളെയും ഞാൻ എന്ത് ചെയ്തു? ആ പാറയിടുക്കിൽ ഇരിക്കാൻ വേണ്ടി സഹായിച്ചു. അപ്പൊ പൈങ്കിളി പറയാണ്, വളരെ നന്നായി ചന്തു, നീ മിടുക്കനാണ് അല്ലേ, നീ വളരെ മിടുക്കനാണ് എന്ന് പൈങ്കിളി പറഞ്ഞു. അപ്പൊ ഈ രീതിയിൽ എന്ത് ചെയ്യാം? ഒരു സംഭാഷണം എഴുതാം. മക്കൾക്ക് മക്കളുടേതായിട്ടുള്ള രീതിയിലും എഴുതാം. ഇതൊരു ചെറിയ കോൺവെർസേഷൻ, എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചെറിയ സംഭാഷണമാണ് ഇത്. കിട്ടിയല്ലോ? ഇത്രയാണ് രണ്ടാമത്തെ പ്രവർത്തനം. മക്കളെ, നമ്മൾ മൂന്നാമത്തെ പ്രവർത്തനത്തിലേക്ക്. മൂന്നാമത്തെ പ്രവർത്തനമാണേ, നോക്കിക്കോളൂ. വായിക്കാം, പട്ടികപ്പെടുത്താം. എന്താണ് മൂന്നാമത്തെ പ്രവർത്തനം? വായിക്കാം, പട്ടികപ്പെടുത്താം. താഴെ നൽകിയിരിക്കുന്ന കവിത വായിക്കുക. എന്നിട്ടോ കാട്ടിലെയും നാട്ടിലെയും കാഴ്ചകൾ പട്ടികപ്പെടുത്തുക. ഇതാണ് പ്രവർത്തനം. നോക്കിക്കോളൂ. കാട്ടിൽ കുയിലുകൾ പാടുന്നു, നാട്ടിൽ മൈനകളാടുന്നു, കാട്ടിൽ അരുവികൾ ഒഴുകുന്നു, നാട്ടിൽ തോട്ടിൽ വെള്ളം നിറയുന്നു, കാട്ടിലും നാട്ടിലും ആനന്ദം. നാട്ടിലെ തോട്ടിൽ എന്ത് ചെയ്യുന്നു? വെള്ളം നിറയുന്നുണ്ട്. നാട്ടിൽ മൈനകൾ ആടുന്നുണ്ട്. കാട്ടിലോ? കാട്ടിൽ കുയിലുകൾ പാടുന്നുണ്ട്, അരുവികൾ ഒഴുകുന്നുണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? കാട്ടിലുള്ളവയും നാട്ടിലുള്ളവയും കോളമാക്കി എഴുതണം. കവിത വായിച്ച് കൃത്യമായി കണ്ടെത്തണം. നമുക്ക് എഴുതി നോക്കിയാലോ? കാട്ടിൽ എന്തൊക്കെയുണ്ട്? കാട്ടിൽ കുയിലുകൾ ഉണ്ടല്ലേ, അരുവികളുമുണ്ട്. അപ്പൊ കാട്ടിൽ എന്തൊക്കെയുണ്ട്? കുയിലുകളും അരുവികളും. കുയിലുകൾ പാടുന്നു എന്നൊന്നും എഴുതണ്ട, കുയിലുകൾ എന്ന് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, കുയിലുകളാണ് കാട്ടിലുള്ളത്. നാട്ടിലാരാ? മൈനകളുണ്ട്. ഇനി കാട്ടിൽ എന്തുണ്ട്? അരുവികളുണ്ട്, നാട്ടില് തോടുണ്ട്. അപ്പൊ കാട്ടിലുള്ളവയാണ് കുയിലുകളും അരുവികളും, നാട്ടിലുള്ളവയാണ് മൈനകളും തോടും. കിട്ടിയേ? അപ്പൊ കാട്ടിലും നാട്ടിലുമുള്ളവ നമ്മൾ എന്ത് ചെയ്തു? കോളം വരച്ച് എഴുതി. അടുത്ത പ്രവർത്തനം. ഈ പ്രവർത്തനം ചോദിക്കാൻ വളരെ സാധ്യത കൂടുതലാണ്. കാരണം ഓണമാണ് വരാൻ പോകുന്നത്. അപ്പൊ നിങ്ങളോട് ചോദിക്കും, നിങ്ങളെ സ്കൂളിൽ ഓണാഘോഷം നടന്നു എന്ന് കരുതുക അല്ലേ? അപ്പൊ ആ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചേക്കാം. അതുകൊണ്ട് ഇത് പഠിച്ചു വെക്കണം. ചോദിക്കും, നല്ല സാധ്യതയുണ്ട്. നോക്കാം നമുക്ക്. ഈ വർഷം സ്കൂളിൽ നടന്ന ഓണാഘോഷം എങ്ങനെയുണ്ടായിരുന്നു? പൂക്കളമിടൽ, ഓണക്കളികൾ, ഓണസദ്യ, സുഹൃത്തുക്കളോടൊപ്പം കഴിച്ചുകൂട്ടിയ നല്ല മുഹൂർത്തങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി അന്ന് സ്കൂളിലുണ്ടായ അനുഭവങ്ങൾ വിവരിച്ച് ഒരു അനുഭവ വിവരണം തയ്യാറാക്കുക. ഇതാണ് പ്രവർത്തനം. ചോദിക്കാം, നല്ല സാധ്യതയുള്ള ഒരു പ്രവർത്തനമാണ് ഇത്. നോക്കാം നമുക്ക്. എൻ്റെ സ്കൂളിലെ ഓണാഘോഷം എന്താണ്? നമുക്ക് അനുഭവ വിവരണത്തിന് വേണമെങ്കിൽ ഹെഡിങ് കൊടുക്കാം. എന്ത് കൊടുക്കാം? എൻ്റെ സ്കൂളിലെ ഓണാഘോഷം. ഏറ്റവും ചുരുക്കിയിട്ടാണ് ടീച്ചർ കൊടുക്കുന്നത്. ഇതങ്ങനെ തന്നെ പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. ഈ വർഷത്തെ സ്കൂളിലെ ഓണാഘോഷം വളരെ സന്തോഷമുള്ളതായിരുന്നു. ഞങ്ങൾ കൂട്ടുകാർ എല്ലാവരും ചേർന്ന് മനോഹരമായ പൂക്കളമിട്ടു. അതിനുശേഷം വടംവലിയും മറ്റ് രസകരമായ ഓണക്കളികളും കളിച്ചു. ഉച്ചയ്ക്ക് എല്ലാവരുമായി ഇരുന്ന് രുചികരമായ ഓണസദ്യ കഴിച്ചു. അധ്യാപകരോടും കൂട്ടുകാരോടുമൊപ്പം ആഘോഷിച്ച ഈ ദിവസം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇതുപോലെ ഒന്ന് പഠിച്ചു വെച്ചാൽ നന്നായിരിക്കും. കാരണം ഞാൻ പറഞ്ഞു, എക്സാമിന് ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്.
അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചോളുക. ഉറപ്പാണ് ഇങ്ങനെ ഒരു ചോദ്യം വരാം, നല്ല സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ മക്കളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നോക്കാം, ഒന്നുകൂടെ ടീച്ചറെ വായിക്കാം. എൻ്റെ സ്കൂളിലെ ഓണാഘോഷം. ഈ വർഷത്തെ സ്കൂളിലെ ഓണാഘോഷം വളരെ സന്തോഷമുള്ളതായിരുന്നു. ഞങ്ങൾ കൂട്ടുകാർ എല്ലാവരും ചേർന്ന് മനോഹരമായ പൂക്കളമിട്ടു. അതിനുശേഷം വടംവലിയും രസകരമായ മറ്റ് ഓണക്കളികളും കളിച്ചു. ഉച്ചയ്ക്ക് എല്ലാവരുമായിരുന്ന് രുചികരമായ ഓണസദ്യ കഴിച്ചു. അധ്യാപകരോടും കൂട്ടുകാരോടുമൊപ്പം ആഘോഷിച്ച ഈ ദിവസം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇതാണ് അനുഭവ വിവരണം. ഇനി ഇതേ ദിവസത്തെ ഡയറി എഴുതാൻ പറയാം, അത് അടുത്ത പ്രവർത്തനമായിരിക്കാം. ഓക്കെ, അപ്പം നമുക്ക് അതും കൂടി ഒന്ന് എഴുതി നോക്കാം. സ്കൂളിലെ ഓണാഘോഷത്തിന് ശേഷം വീട്ടിലെത്തിയപ്പോൾ നിങ്ങൾക്ക് തോന്നിയ സന്തോഷവും പൂക്കളമിട്ടതും സദ്യ ഉണ്ടതുമെല്ലാം ഓർത്തെടുത്തുകൊണ്ട് അന്നത്തെ ഒരു ദിവസത്തെ അല്ലെങ്കിൽ അന്നത്തെ ദിവസത്തെ ഒരു ഡയറി കുറിപ്പ് തയ്യാറാക്കുക. ഓണാഘോഷത്തിൻ്റെ അന്നത്തെ നിങ്ങളുടെ ഡയറി കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ് അവസാനത്തെ പ്രവർത്തനം. ഇത്രയും പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം നമുക്ക്. ഡയറി എഴുതുമ്പോൾ എന്ത് ചെയ്യണം? ആദ്യം ഡേറ്റ് വേണം, പിന്നെ ദിവസം വേണം, നിർബന്ധമാണ്. അപ്പം ടീച്ചർ തൽക്കാലം ഇന്നത്തെ ദിവസം കൊടുത്തിട്ടുണ്ട് 10/8/2026 തിങ്കൾ. 10/8/2026 തിങ്കൾ. നമുക്ക് നോക്കാം. ഇന്ന് ഒരു സന്തോഷമുള്ള ദിവസമായിരുന്നു. സ്കൂളിൽ ഓണാഘോഷമുണ്ടായിരുന്നു. രാവിലെ ഞങ്ങൾ കൂട്ടുകാരെല്ലാം ചേർന്ന് ഭംഗിയുള്ള പൂക്കളമിട്ടു. അധ്യാപകരോടും കൂട്ടുകാരോടുമൊപ്പം പലതരം കളികൾ കളിച്ചു. ഉച്ചയ്ക്ക് രുചികരമായ ഓണസദ്യ കഴിച്ചത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. വീട്ടിലെത്തിയപ്പോഴും മനസ്സ് നിറയെ അന്നത്തെ കളികളും ആഘോഷങ്ങളുമായിരുന്നു. ഈ ഓണാഘോഷം ഞാൻ ഒരിക്കലും മറക്കില്ല. ഈ രീതിയിൽ എന്ത് ചെയ്യാം? ഒരു ഡയറി എഴുതാം. നമുക്ക് ഒരു തവണ കൂടെ വായിക്കാം. ഡേറ്റ് വേണം, ദിവസം വേണം, നിർബന്ധമാണേ. 10/8/2026 തിങ്കൾ. ഇന്ന് ഒരു സന്തോഷമുള്ള ദിവസമായിരുന്നു. സ്കൂളിൽ ഓണാഘോഷമുണ്ടായിരുന്നു. രാവിലെ ഞങ്ങൾ കൂട്ടുകാരെല്ലാം ചേർന്ന് ഭംഗിയുള്ള പൂക്കളമിട്ടു. അധ്യാപകരോടും കൂട്ടുകാരോടുമൊപ്പം പലതരം കളികൾ കളിച്ചു. ഉച്ചയ്ക്ക് രുചികരമായ ഓണസദ്യ കഴിച്ചത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. വീട്ടിലെത്തിയപ്പോഴും മനസ്സ് നിറയെ അന്നത്തെ കളികളും ആഘോഷങ്ങളുമായിരുന്നു. ഈ ഓണാഘോഷം ഞാൻ ഒരിക്കലും മറക്കില്ല. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡയറിയിൽ എഴുതേണ്ടത്. ഇത് കുറച്ചും കൂടി എന്ത് ചെയ്യാം, മക്കൾക്ക് നന്നായിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ അത്രയും നന്നായിട്ട് എഴുതാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ, മറക്കരുത്. ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.